കൈകൊണ്ട് കുഴക്കാതെ കൈ നനയ പോലും ചെയ്യാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ തന്നെ ആയിരിക്കും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിതാ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ മിക്സിയിൽ വെച്ചിട്ട് മാവ് കുഴച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വെള്ളത്തിൽ നിന്നും കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം വെള്ളം വേണമെന്ന് മനസ്സിലാവും. ഇനിയിപ്പോൾ വെള്ളം കുറഞ്ഞാലും മിക്സിയിലിട്ട് കറക്കുന്ന സമയത്ത് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ വെള്ളം കൂടി പോവുകയാണെങ്കിൽ നമ്മളിത് മിക്സിയിലിട്ട് കറക്കുന്ന സമയത്ത് കുറച്ച് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, ഗോതമ്പ് പൊടി. ഇനി ഇത് മൂടി വെച്ച് നമുക്ക് മിക്സി ഒന്ന് ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ഓണാക്കി എടുക്കാം കേട്ടോ. ഒന്ന് ഓണാക്കുക, ഓഫാക്കുക, അങ്ങനെ ചെയ്താൽ മതി. ഒരുപാട് സമയം അങ്ങോട്ട് കറക്കിയെടുക്കൊന്നും വേണ്ട. 2-3 സെക്കൻഡ് നേരം 2-3 തവണയായിട്ട് ജസ്റ്റ് ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് കറക്കിയെടുത്താൽ മതി കേട്ടോ. ഇനി തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്കിതിൽ വെള്ളം കുറവാണോ അതോ വെള്ളം കൂടിപ്പോയോ എന്ന് മനസ്സിലാവും. വെള്ളം കുറവാണെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക, കൂടുതലാണെങ്കിൽ കുറച്ച് പൊടി ചേർത്ത് കൊടുക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഏതായാലും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിൽ നിന്ന് എടുത്തിട്ട് കണ്ടോ. ഇനി നമുക്കിത് കുഴക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. എണ്ണ പുരട്ടി ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് ഇപ്പം തന്നെ വേണമെങ്കിൽ പരത്തി ചുട്ടെടുക്കാം. ഞാനിവിടെ ഒരു എണ്ണ പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ, ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. മാവിൻ്റെ മുകളിലായിട്ട് എണ്ണ ഒന്ന് പുരട്ടിയിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി ഈ മിക്സിയുടെ ജാർ എങ്ങനെയാണ് ക്ലീൻ ചെയ്യാമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് കറക്കി എടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സോപ്പ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ഒഴിക്കുന്നില്ല. ഗോതമ്പ് പൊടി മാത്രമല്ലേ, ഉപ്പും ഗോതമ്പ് പൊടി. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ തന്നെ ഇത് നമുക്ക് ക്ലീനായിട്ട് കിട്ടും കേട്ടോ. അത് ഒട്ടിപ്പിടിക്കാൻ വേണ്ടി വെക്കരുത്. അപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ട് കറക്കിയെടുക്കുക. കണ്ടോ, മിക്സിയുടെ ജാർ ഇത്രേ ഉള്ളൂ, ക്ലീൻ ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോതമ്പ് പൊടി ഇതാ ഒന്നുകൂടെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ കുഴച്ച് വെച്ചിട്ടുള്ള മാവ്. ഇനി ഇതിൽ നിന്നും ബോൾസ് ഉണ്ടാക്കാം. നമ്മൾ ഇതിനൊക്കെ ചപ്പാത്തി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 1-2 ടിപ്സും കൂടെ ഇതിൽ പറയുന്നുണ്ട്. അതായത് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഞാനിതാ 5 ബോൾസാണ് കേട്ടോ ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെറിയൊരു ഗ്ലാസ് ഗോതമ്പ് പൊടിയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മളിത് പരത്താൻ വേണ്ടിയിട്ട് അരിപ്പൊടി എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഗോതമ്പ് പൊടിയേക്കാളും നല്ലത് പെട്ടെന്ന് പരന്ന് കിട്ടാൻ അരിപ്പൊടിയാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടാണിത് പരത്തിയെടുക്കുന്നത്. പിന്നെ പരത്തിയെടുക്കാൻ ഇതുപോലെ PVC പൈപ്പ് നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ചപ്പാത്തി പലകയുടെ കൂടെ കിട്ടിയ റോൾസ്, അതായത് ചപ്പാത്തി ഉണ്ടാക്കുന്ന ആ ഒരു റോളില്ലേ, ചപ്പാത്തി കോല്, അത് 2-3 ടൈപ്പ് ഉണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എളുപ്പമായിട്ട് എനിക്ക് ഈ ഒരു PVC പൈപ്പാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. പിന്നെ ചപ്പാത്തി പലക എപ്പോഴും നമ്മളിങ്ങനെ പരത്തുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ ഒരു ടർക്കിയോ ഒരു തുണി എന്തെങ്കിലും വിരിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന രീതിയിൽ തിരിച്ചും മറിച്ചുവിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് ചെയ്യാവുന്ന നമ്മുടെ ഈ ഒരു ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി തന്നെയാണ്. ഒരുപാട് നേരം കുഴച്ചെടുക്കാനൊന്നും നിൽക്കണ്ട. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാം. കൂടുതൽ വീഡിയോസിനായിട്ടൊന്ന് ഫോളോ ചെയ്യാം.